എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എങ്ങനെ പോകുന്നു ഇന്നത്തെ ദിവസം എല്ലാവർക്കും? എല്ലാവരും ഒരുവിധം ഒരു ക്ലാരിറ്റിയോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ടെന്നാണ് എനിക്ക് കുറച്ച് നാളായിട്ട് മനസ്സിലാവുന്നത്. ഓക്കെ, കുറേ പേരൊക്കെ ന്യൂട്രലായിട്ട് നിൽക്കാൻ മനസ്സിനെ ശീലിപ്പിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ളൊരു മെസ്സേജസ് തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, കുറേ പേരുടെയെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറ്റിക്കൊടുക്കാൻ ഒരു പേഴ്സണൽ റീഡിങ്ങിൽ കൂടെയൊക്കെ സാധിച്ചിരുന്നു. അതിന് ദൈവത്തിൻ്റെ അടുത്ത് നന്ദി പറയുന്നു. ഓക്കെ, പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ മുകളിൽ കൊടുത്തേക്കാം, മെസ്സേജ് ഇട്ടോളൂ, നമുക്ക് നോക്കാം. ഓക്കെ, സൺഡേ ഈവനിങ് അടുപ്പിച്ചൊക്കെ എനിക്ക് ഈ സൺഡേ നാളെ ഈവനിങ് അടുപ്പിച്ച് എനിക്ക് റീഡിങ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അത് ഞാൻ പറയാം. മോർണിംഗ് തന്നെ ചിലപ്പോൾ ഞാൻ റിപ്ലൈ തന്നൊന്നും വരില്ല. ഈവനിങ് വരെ ഞാൻ കുറച്ച് എൻഗേജ്ഡാണ്. ഈവനിങ് എന്തായാലും നാളെ റീഡിങ് എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാളെ തന്നെ റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് റീഡിങ്ങിലേക്ക് പോയാലോ. ഇന്നത്തെ റീഡിങ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുടെയും ഇടയിൽ ഇപ്പോൾ എന്താണ് സിറ്റുവേഷൻ എന്ന് നോക്കാം. നമ്മൾ ആഴ്ചയിലൊരിക്കൽ എല്ലാവരും ഓർഡർ അനുസരിച്ച് നോക്കി പോകാറുണ്ട് അല്ലേ. തേർഡ് പാർട്ടി സിറ്റുവേഷനും നമുക്കറിയണം എന്താണ്. നിങ്ങളുടെ അടുത്തുള്ള ഇമോഷൻസ്, തോട്ട്സ് ഒക്കെ വളരെ നല്ലതായിട്ട് തന്നെയാണ് വരുന്നത്. നമുക്കറിയണം തേർഡ് പാർട്ടിയുടെ അടുത്ത് ഇവരിപ്പോൾ എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത് നോക്കി പോവാണ്. ഞാൻ ആൽഫബറ്റ് കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. നമുക്ക് കാർഡ്സ് കുറച്ച് എടുത്ത് നോക്കി പോവാം. അഡീഷണൽ ക്ലാരിഫിക്കേഷൻസ് വേണമെങ്കിൽ ഞാൻ നോക്കും. ഓക്കെ, നെക്സ്റ്റ് വീക്കായിട്ട് നമുക്ക് ആൽഫബറ്റ്സ് വെച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് റീഡ് ചെയ്യാം. ഓക്കെ, ഒരു ഗ്യാപ്പ് ഇടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് ആൽഫബറ്റ്സ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും സെയിം റീഡിംഗ് ആയിട്ട് നമുക്ക് തോന്നും. പിന്നെ ഒരു ജനറൽ രീതിയിൽ അങ്ങനെ നോക്കി പോകാം. ഓക്കെ, കാർഡ്സ് ഷഫിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ പേര് 3 പ്രാവശ്യം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാവശ്യം മനസ്സിൽ കൊണ്ടുവരാം. തേർഡ് പാർട്ടിയെ ഓർക്കണ്ട കേട്ടോ. എന്താണ് റീഡിംഗ് വരുന്നതെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ഡിവൈൻ പ്ലീസ് ഹെൽപ്പ്. എൻ്റെ വ്യൂവേഴ്സ് ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി അത് അവരുടെ പ്രിയപ്പെട്ട ആളാണ്. അവർക്ക് അവരുടെ തേർഡ് പാർട്ടിയുടെ അടുത്ത് ഇപ്പോഴുള്ള സിറ്റുവേഷൻ എന്താണ് എന്ന് ഒന്ന് കാണിച്ചു തരും. എൻ്റെ വ്യൂവേഴ്സ് മനസ്സിൽ വിചാരിക്കുന്ന അവരുടെ പ്രിയപ്പെട്ട വ്യക്തിക്ക് അവരുടെ തേർഡ് പാർട്ടിയോടുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നൊന്ന് കാണിച്ചു തരും. പ്ലീസ് ഗൈഡ്. വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ തേർഡ് പാർട്ടിയോടുള്ള സമീപനം എന്താണ് ഇപ്പോൾ എന്ന് കാണിച്ചു തരും. എടുക്കുകയാണേ. 6 of Swords, 4 of Pentacles, Page of Wands, Empress, 8 of Pentacles, Judgment, Ace of Wands, 9 of Wands, 7 of Cups, Moon, Tower, 3 of Swords, Queen of Swords. ക്ലാരിഫൈ ചെയ്തിട്ട് മാത്രമേ ഞാൻ പറയുള്ളൂ കേട്ടോ. ഡിവൈൻ please clarify 6 of Swords. Clarify 6 of Swords. Clarify 6 of Swords. അവർ ആ റിലേഷൻഷിപ്പിൽ ഒട്ടും ഹാപ്പി അല്ല. അവരുടെ തേർഡ് പാർട്ടി ആര് തന്നെ ആയാലും നിങ്ങളുടെ പേഴ്സൺ ആ സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു പോകണം എന്നാണ് അവരുടെ ചിന്ത കേട്ടോ. 7 of Swords, ഇവരുടെ ആ തേർഡ് പാർട്ടിയിൽ നിന്നും ഇവർ ഒരുപാട് കാര്യങ്ങൾ മറച്ചു പിടിക്കുന്നുണ്ട്. ഒരുപാട് സങ്കടം ആണ് ഫീൽ ചെയ്യുന്നത്, ഒറ്റപ്പെടലാണ് അവിടെ ഫീൽ ചെയ്യുന്നത്. അവർ സെൽഫ് റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഇവരെ ഒരുപാട് കൺട്രോൾ ചെയ്യുന്ന ആളായിരിക്കണം ഇവരുടെ തേർഡ് പാർട്ടി. അതായത് ഇടം വലം തിരിയാൻ പറ്റാത്ത അത്രയും രീതിയിലുള്ള ഒരു കൺട്രോൾ ഇവരുടെ ഭാഗത്തു നിന്നും നിങ്ങളുടെ പേഴ്സൺ ഫീൽ ചെയ്യുന്നതായിട്ട് തോന്നുന്നു. അവരൊട്ടും ഹാപ്പി അല്ല അവിടെ.
അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയാൽ മതി എന്നുള്ളൊരു ചിന്തയാണ് എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. രാശികൾ പറഞ്ഞു തരാം അവിടെ. ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ഇത്രയുമാണ് ഇവിടെ കണക്റ്റ് ആയിരിക്കുന്നത്. ക്ലാരിഫൈ 4 ഓഫ് പെൻഡക്കിൾസ്. ക്ലാരിഫൈ 4 ഓഫ് പെൻഡക്കിൾസ്. ക്ലാരിഫൈ 4 ഓഫ് പെൻഡക്കിൾസ്. വേൾഡ്, 2 ഓഫ് പെൻഡക്കിൾസ് ആൻഡ് പേജ് ഓഫ് സോർട്സ്. ഇവർക്ക് ഓവർ തിങ്കിങ്ങിൻ്റെ പ്രോബ്ലമാണ്. ഇവരും ഇവരുടെ പേഴ്സണും തമ്മിൽ ഇവിടെയും ഇവർ ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ തേർഡ് പാർട്ടിയുടെ അടുത്തു നിന്നും ഒളിച്ച് പിടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പ്രസൻസ് അതിൽ ജഗ്ലിംഗ് സിറ്റുവേഷൻ വരുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പ്രസൻസ് ഈ റിലേഷൻഷിപ്പിൽ കാണുന്നു കേട്ടോ. അവിടെ ഇവർ തമ്മിൽ ഒന്നുകിൽ ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് ഉണ്ട്. ഇവരും ഇവരുടെ സ്പൗസും ഒരുമിച്ചല്ല, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആര് തന്നെ ആയാലും അവിടെ ഒരുമിച്ചല്ല, അവർ ഒരു ഡിസ്റ്റൻസ് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഇവരുടെ ഇടയിൽ ഒരു ഇമോഷണൽ ഗ്യാപ്പ് ഉള്ളതായിട്ട് കാണുന്നു. ഭയങ്കര ഓവർ തിങ്കിങ്ങിലാണ് ഏത് നേരവും നിങ്ങളുടെ പേഴ്സൺ. ഇവർ തമ്മിൽ മെസ്സേജ് അയക്കുകയോ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ അത് വഴക്കിൽ കലാശിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇവർ തമ്മിൽ സംസാരിച്ച് വഴക്കിടും. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് അവിടെ കാണുന്നത്. ലോങ് ഡിസ്റ്റൻസ് ആണെന്നും കാണുന്നുണ്ട്. ഇവർ പല കാര്യങ്ങളും ഇവരുടെ തേർഡ് പാർട്ടിയുടെ അടുത്തു നിന്നും മറച്ചു പിടിക്കുന്നതായിട്ടും കാണുന്നു. ഓക്കെ. ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ ഞാൻ പറഞ്ഞല്ലോ. ഋഷഭം, കന്നി, മകരം. ഓക്കെ. ഇത്രയും രാശികളാണ് ഇവിടെ കണക്റ്റ് ആയിരിക്കുന്നത്. ക്ലാരിഫൈ പേജ് ഓഫ് വൺസ്. ക്ലാരിഫൈ പേജ് ഓഫ് വൺസ്. അവിടെ 9 ഓഫ് വോൺസ്, ഹൈ പ്രീസ്റ്റസ് ആൻഡ് 2 ഓഫ് സ്വാർഡ്സ്. ഓക്കെ. ഇവിടെ ലിറ്ററലി ഇവർക്ക് ഇവരുടെ തേർഡ് പാർട്ടിയെ ഭയമാണ്. ഓക്കെ, ഭയമാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഒരു പക്ഷേ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷൻ തന്നെയാണ് കാണുന്നത്. 2 ഓഫ് സ്വാർഡ്സ്, 9 ഓഫ് വോൺസും ഹൈ പ്രീസ്റ്റസും ആണ് അവിടെ വന്നിരിക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ഒന്നുകിൽ ഇത് ഇവരുടെ മദറാണ്, അമ്മയെ ഇവർക്ക് പേടിയാണ്. അമ്മ ഇവരുടെ വാട്സാപ്പ് കാര്യങ്ങൾ ഇവരാർക്കും മെസ്സേജ് അയക്കുന്നു, മൊബൈലൊക്കെ വാങ്ങിച്ച് പരിശോധിക്കുന്നുണ്ടാവും. അങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരാളായിരിക്കണം. അല്ലെങ്കിൽ ഇത് ഇവരുടെ സ്പൗസ് ആണെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻ ഇവരുടെ സ്പൗസ് അറിഞ്ഞാൽ അത് ഭയങ്കരമായൊരു പ്രശ്നമുണ്ടാകും എന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മെസ്സേജസൊക്കെ വളരെ കുറച്ചായിരിക്കും അയക്കേണ്ടാവുക. അയച്ചാൽ തന്നെ 1 വാക്ക് 2 വാക്ക് അങ്ങനെ പറഞ്ഞ് നിർത്തുന്ന ഒരു രീതിയായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു. ഇവർ ജെന്യുവൻ ആണോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ അത്രയും ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. അതുപോലെ ഇവരുടെ ഈ തേർഡ് പാർട്ടി ഇവരെക്കുറിച്ച് പേടിപ്പിച്ച് നിർത്തുന്നുണ്ടാവും. അത് സ്പൗസ് ആയാലും ഈ പറഞ്ഞ പോലെ മെസ്സേജസൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടാവും. അവരറിഞ്ഞാൽ ഇത് പ്രശ്നമാണ് എന്നുള്ളൊരു കൺട്രോളിങ് നേച്ചർ അവിടെ കാണുന്നുണ്ട്. ഇവർക്ക് കൂടുതലായും അവരെ ഭയമാണെന്നാണ് കാണുന്നത്. ഓക്കെ. പിന്നെ കൂടുതലായും നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടാരോ റിലേറ്റഡ് ആക്ടിവിറ്റീസ്, കാരണം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന ടാരോയാണ്. ടാരോ റീഡിങ്സ് ഒക്കെ കാണുന്നുണ്ടായിരിക്കും. എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തിരിച്ചു ആവാം കേട്ടോ. അങ്ങനെ ഒരു റീഡിംഗ് ഒക്കെ കാണുന്നുണ്ടായിരിക്കും. ഒരു പക്ഷേ ഒരു ടാരോ റീഡറെ അപ്രോച്ച് ചെയ്തിരിക്കാനും സാധ്യതയുണ്ട്. ഇതെങ്ങനെ മുന്നോട്ട് പോകുമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതിനുള്ള സാധ്യതയും അവിടെ കാണുന്നുണ്ട്. ക്ലാരിഫൈ ദി എംപ്രസ്. ക്ലാരിഫൈ ദി എംപ്രസ്. രാശി പറഞ്ഞില്ല അല്ലേ, സോറി. ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, മീനരാശി, പൈസസ്, വോൺസ് വെച്ചിട്ട് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ഓക്കെ, അത്രയാണ് ഇവിടെ കണക്റ്റ് ആയത്. ക്ലാരിഫൈ ദി എംപ്രസ്. പ്ലീസ് ക്ലാരിഫൈ ദി എംപ്രസ്. പ്ലീസ് ക്ലാരിഫൈ ദി എംപ്രസ്. Ten of Wands, Ace of Wands, clarify the Empress. Please clarify the Empress. Please clarify the Empress. Why is the Empress here?
അവിടെ ടെമ്പറൻസ്, ദ സ്റ്റാർ ആൻഡ് 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നത് കേട്ടോ. ഇവിടെ ഇവർക്ക് ഇവരുടെ സ്പൗസുമായിട്ട് യാതൊരു, ഞാൻ സ്പൗസ് എന്ന് തന്നെ എടുത്ത് പറയും കാരണം എംപ്രസ് ആണ്. അവർക്ക് അവരുടെ സ്പൗസുമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ല. ഒരു പക്ഷേ നിങ്ങളുടെ കാര്യം ഇവരുടെ സ്പൗസിന് അറിയ പോലും ഉണ്ടായിരിക്കില്ല കേട്ടോ. അവർ വളരെ ബാലൻസ്ഡ് ആയിട്ടാണ് അവരുടെ ലൈഫ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം വളരെ നന്നായി തന്നെ ഇവർ ചെയ്യുന്നുണ്ടാവും. ഫൈനാൻഷ്യൽ മാത്രമല്ല, ഇവരോട് സ്നേഹമുണ്ട് എന്ന് തന്നെയാണ് അവിടെ കാണിക്കുന്നത് കേട്ടോ. കാരണം ഇവർ അവരുടെ ലൈഫിലുള്ളൊരു സ്റ്റാർ സാന്നിധ്യമാണ് എന്നവർ കരുതുന്നുണ്ട്. ഇവരുടെ ലൈഫിൽ വന്നതിന് ശേഷം ഇവർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ, ഒരു ലക്കി ചാമാണ് ഇവർ ഈ തേർഡ് പാർട്ടി ഇവരുടെ ലൈഫിൽ എന്നൊക്കെ ഇവർ വിചാരിക്കുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ തേർഡ് പാർട്ടിയുമായിട്ട് ഇവർക്ക് യാതൊരു ഇഷ്യൂവും ഇല്ല. തേർഡ് പാർട്ടിയെ ഇഷ്ടവുമാണ് ഇവർക്ക് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് എത്ര ജെനുവിൻ ആണെന്നുള്ളത് നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു അല്ലേ. അവിടെ തേർഡ് പാർട്ടിയുടെ അടുത്ത് ഇത്രയും സ്നേഹം കാണിക്കുന്ന അവിടെ നിങ്ങളോട് ഇമോഷൻസ് ഉണ്ടായിരിക്കുമോ എന്നുള്ളത് ഡൗട്ട്ഫുൾ തന്നെയാണ്. ടോറസ് ഇടവരാശി, അക്വേറിയസ് കുംഭരാശി, സാജിറ്റേറിയസ് ധനുരാശി, ടോറസ് വിർഗോ കാപ്രിക്കോൺ ഇടവം കന്നി മകരം. Clarify 8 of Pentacles, clarify 8 of Pentacles, clarify 8 of Pentacles. Seven of Pentacles, Ace of Cups, 10 of Pentacles. ഇവിടെയും ഇവരുടെ ഫാമിലി ഒരു ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി കൂടെ, തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഫാമിലിയാണ് അവിടെ അവർക്ക് കുടുംബസ്നേഹം നല്ലപോലെ തന്നെയുണ്ട്. ഇവർ ഫൈനാൻഷ്യൽ സ്ട്രെസ്സിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റീസ്, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അവർക്കവിടെ ഫേസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്നേഹമുണ്ട്, പക്ഷേ ഫാമിലിയോടുള്ള ഒരു താല്പര്യം ഒരുപടി കൂടുതലാണെന്ന് തന്നെ വെച്ചോളൂ. അവരെ ഫൈനാൻഷ്യലി സ്റ്റേബിളാക്കുക, ആ തടസ്സങ്ങളിൽ നിന്നും എങ്ങനെയെങ്കിലും മുന്നോട്ട് വരിക, ഹാർഡ് വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കുക, അവിടുത്തെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക, അതിനൊക്കെ ഒരു മുൻതൂക്കം കൊടുക്കുന്നതായിട്ട് കാണുന്നു. സ്നേഹമുണ്ട്, നിങ്ങളുടെ അടുത്ത് സ്നേഹമുണ്ടോ ചോദിച്ചാൽ ഉണ്ട്. ഓക്കെ, അവിടെ പക്ഷേ ഒരു പടി സ്നേഹം കൂടുതലായിട്ട്, ഇവിടെ തേർഡ് പാർട്ടി പറയണ ഫാമിലിയാണ് കേട്ടോ. ഫാമിലി പറയുമ്പോൾ അറിയാലോ, ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ, ഏത് തരം ഫാമിലിയോ ആവാം അല്ലേ. അവിടെ അവരുടെ അടുത്ത് ഒരു പടി സ്നേഹം കൂടുതലായിട്ട് നിൽക്കുന്നത്. നിങ്ങളോട് സ്നേഹം ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ ഒരു പടി സ്നേഹം കൂടുതൽ അവരുടെ ഫാമിലിയുടെ ഭാഗത്തേക്കും, അവരുടെ സംരക്ഷണം, അവിടുത്തെ ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റീസ് സോൾവ് ചെയ്യുക, ഇതിലൊക്കെ കൂടുതൽ താല്പര്യം ചെലുത്തുന്നതായിട്ട് ആണ് കാണുന്നത്. ഓക്കെ, ടോറസ് വിർഗോ കാപ്രിക്കോൺ ഇടവം കന്നി മകരം, ക്യാൻസർ സ്കോർപ്പിയോ പൈസിസ് കർക്കിടകം വൃശ്ചികം മീനം, ഇത്രയും രാശിയാണ് അവിടെ കണക്റ്റ് ആയിരിക്കുന്നത്. ക്ലാരിഫൈ ജഡ്ജ്മെൻറ്റ്, ക്ലാരിഫൈ ജഡ്ജ്മെൻറ്റ്, ക്ലാരിഫൈ ജഡ്ജ്മെൻറ്റ്. Justice, okay. Ace of Wands and 10 of Cups. അവിടെ ഫാമിലിയാണ്, സ്പൗസാണ്, കേസ് നടക്കുന്നുണ്ട്. ഇതെല്ലാ റീഡിങ്ങിലും നമുക്ക് വരുന്നതാണ്. തേർഡ് പാർട്ടിയിലുള്ള എല്ലാ റീഡിങ്ങിലും നമുക്ക് വരുന്നതാണ്. അതിന് ഒരു ജഡ്ജ്മെൻറ്റിന്, ഒരു വിധിക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവിടെ സെപ്പറേറ്റഡ് ആയിരിക്കും, ഇവർ ഓൾറെഡി സെപ്പറേഷനിലിരിക്കുന്നവരായിരിക്കും തേർഡ് പാർട്ടിയും ഇവരും. അവിടെ ഈ ഒരു കേസ് സെറ്റിൽമെൻറ്റ് ആയതിനു ശേഷമാണ് ഇനി ഒരു ന്യൂ ബിഗിനിങ് വേണ്ടത് എന്നുള്ള രീതിയിൽ അവർ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. കേസ് നടക്കുന്നുണ്ട്, ജഡ്ജ്മെൻറ്റ് പെട്ടെന്ന് തന്നെ വരാനും സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. തുലാരാശി, ലിബ്ര കൂടുതൽ, ക്യാൻസർ സ്കോർപ്പിയോ പൈസിസ് കർക്കിടകം വൃശ്ചികം മീനം, ഏരീസ് ലിയോ സാജിറ്റേറിയസ് മേടം ചിങ്ങം ധനു. Ace of Wands, clarify Ace of Wands, clarify Ace of Wands. Four of Cups, King of Cups, Devil. ഈ ഗ്രൂപ്പുകാർ എന്താണെന്ന് വെച്ചാൽ അവരുടെ വീട്ടിൽ തേർഡ് പാർട്ടിയുടെ അടുത്ത് കുറച്ച് എന്താ പറയുക, അവരെ പറ്റിക്കുന്ന രീതിയിൽ അവരോട് ഇത്തിരി നെഗറ്റിവിറ്റി ആയിട്ട് പെരുമാറുന്നതായിട്ടാണ്
കാണുന്നത് കേട്ടോ. കുറച്ച് ടോക്സിക് ആയിട്ട് തന്നെ അവരുടെ അടുത്ത് പെരുമാറുന്നതായിട്ടാണ്, തേർഡ് പാർട്ടിയുടെ അടുത്ത് പെരുമാറുന്നതായിട്ടാണ് കാണുന്നത്. സ്നേഹം അഭിനയിക്കുന്നുണ്ടാവും, പുറമേക്ക് വളരെ സ്നേഹത്തോടെയൊക്കെ പെരുമാറുന്നുണ്ടായിരിക്കും. പക്ഷേ അവരെ വിട്ടിരിക്കുമ്പോൾ അവരെ മിസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ ഇവർ ഫുള്ളായിട്ട് ഇവരെ ചതിക്കുന്ന രീതിയിൽ പെരുമാറുന്നു എന്നുള്ളത് തന്നെയാണ് അവിടെ കാണുന്നത്. അവരോട് മനസ്സിൽ ടോട്ടൽ നെഗറ്റിവിറ്റി വെച്ചിട്ട് ഇവരുടെ അടുത്ത് സ്നേഹമാണെന്നുള്ള രീതിയിൽ ഒന്നും സംഭവിക്കാത്ത പോലെ ഈ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ കാര്യം അറിയണ്ടാവില്ല. അവർ വളരെ വിദഗ്ധമായിട്ട് തന്നെ ആ തേർഡ് പാർട്ടിയെ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അവിടെ അവരോട് ഇമോഷൻസ് ഉണ്ടോ ചോദിച്ചാൽ ഇല്ല, ഒരു ഇമോഷനും ഇല്ല, എന്നാലും സ്നേഹം കാണിക്കും പുറമേക്ക് എന്നുള്ള രീതിയാണ് അവിടെ കാണുന്നത്. കാപ്രിക്കോൺ മകര രാശി, ടോറസ് അല്ല ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. വോൺസ് വെച്ചിട്ട് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു ആണ് അവിടെ കാണുന്നത്. ക്ലാരിഫൈ 9 of Wands, clarify 9 of Wands, clarify 9 of Wands. Emperor, 8 of Wands and 7 of Wands. ഇതും മിക്കവാറും എല്ലാ തേർഡ് പാർട്ടിയുടെ റീഡിങ്ങിലും വരുന്ന ഒരു കാര്യമാണ്. ഇവിടെ കൂടുതലായിട്ടും ഇവരുടെ ഫാദറാണ് തേർഡ് പാർട്ടി ആയിട്ട് വരുന്നത്. ഫാദർ ഭയങ്കര കൺട്രോളിങ് നേച്ചറുള്ള ഒരാളായിരിക്കും. ഇവരാണ് ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഭരിക്കുന്നത്. ഇവർ പറയുന്ന രീതിയിലാണ് എല്ലാ കാര്യങ്ങളും അവരുടെ വീട്ടിൽ നടക്കുന്നത്. അവർ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ എല്ലാം ട്രാക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ഒരു പക്ഷേ ഇവർക്ക് നിങ്ങളെപ്പറ്റി അറിയായിരിക്കും. ഓക്കെ, ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ട് എന്നുള്ളത് ഇവരുടെ ഫാദറിന് അറിയായിരിക്കും. അവർക്കത് എതിർപ്പുമാണ്. കാരണം കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ് ഇതൊക്കെ അവർ ഭയങ്കരമായിട്ട് നോക്കുന്ന ഒരാളാണ്. പിന്നെ അവർ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കാവൂ വീട്ടിൽ എന്നൊക്കെ നിർബന്ധമുള്ള ഒരാൾ ആയിട്ടാണ് അവിടെ കാണുന്നത്. അപ്പം ഇവരുടെ ഈ ഒരു വാശി മൂലം നിങ്ങളെ പരസ്പരം കോണ്ടാക്ട് ചെയ്യാൻ സമ്മതിക്കാതെ ബ്ലോക്ക് ആക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അവിടെ ഇവരെ പേടിച്ച് സെൽഫ് റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുകയോ മെസ്സേജ് അയക്കുകയോ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അവരങ്ങനെ ആ ഒരു ഭയത്തിൽ ഇരിക്കുന്നതായിട്ടാണ്, ഈ ഫാദറെ ഇച്ചിരി പേടിച്ചിരിക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. അവിടെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ഏരീസ്, മേടരാശി ഏറ്റവും കൂടുതൽ. Clarify 7 of Cups, clarify 7 of Cups, 8 of Cups, King of Swords, 3 of Pentacles. അതായത് ഇവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ഇവരുടെ തേർഡ് പാർട്ടിയുടെ അടുത്ത്. ഇവരുടെ തേർഡ് പാർട്ടി കുറച്ച് സ്ട്രോങ് ആണ് കേട്ടോ. ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇവരെ കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ്. ഇവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഫൈനാൻഷ്യലായിട്ടോ അല്ലാതെയും എല്ലാം ഇവരുടെ വീട്ടിലുണ്ട്. അവിടെ വളരെ സ്ട്രോങ് ആയിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ വരുന്നു. ഇവർ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് അവിടെ തേർഡ് പാർട്ടിയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതായിട്ടാണ് കാണുന്നത്. മാനസികമായിട്ട് റിലേഷൻഷിപ്പിലില്ല, മാനസികമായിട്ട് അറ്റാച്ച്ഡ് അല്ല, അവിടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണ്. ഒരു പക്ഷേ അവിടെ ഫൈനാൻഷ്യൽ ഗെയിൻസ് ഇവർക്ക് ഉണ്ടായിരിക്കും. അതായത് ഈ തേർഡ് പാർട്ടിയുടെ കൂടെ നിന്നാൽ ഒരു ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്, പ്രോപ്പർട്ടി അങ്ങനെയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു ഡിവോഴ്സിനൊക്കെ പോയാൽ ഇവർക്ക് വലിയൊരു എമൗണ്ട് നഷ്ടം വരും എന്നുള്ള ചിന്തകൾ, അല്ലെങ്കിൽ അവിടെ വേറെ റെസ്പോൺസിബിലിറ്റീസ്, കുട്ടികൾ, അങ്ങനെ എന്തെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റി കാണും. അതിൽ നിന്ന് പുറത്ത് കടക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. അത് കാരണം അവിടെ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, അതേപോലെ ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ഇത്രയുമാണ് അവിടെ കണക്റ്റ് ആയത്. Clarify the moon, clarify the moon, clarify the moon. Wheel of Fortune, 3 of Wands,
ഹെയറോഫന്റ്, അതായത് മാരീഡ് പേഴ്സൺ ആണ്, ഉറപ്പായിട്ടും ഒരു സമൂഹത്തിൽ ഒരു നിലയും വിലയൊക്കെ ഉള്ള ഒരാളാണ്. ചുറ്റുമുള്ളവർക്ക് ഒരു ഉപദേശം അങ്ങനെയൊക്കെ കൊടുക്കുന്ന, എല്ലാവരും വന്ന് ചോദിക്കുന്ന, ട്രഡീഷണലായിട്ട് മാരീഡ് ആയിട്ടുള്ള, കാസ്റ്റ്, കൾച്ചർ, റിലിജൻ അങ്ങനെയൊക്കെ കുറച്ച് കടുംപിടുത്തം പിടിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ. പക്ഷേ ഇവർ ആ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ട് കിടക്കുകയാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് നിങ്ങളാണ് വരുന്നത്, മനസ്സിലായല്ലോ. കാരണം നമ്മൾ ഇപ്പം അവരുടെ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഇവരുടെ റിലേഷനാണ് നോക്കുന്നത്. ഇവർ മാരീഡ് ആയിരിക്കുന്ന സ്ഥിതിക്ക് അതിൽ നിങ്ങളാണ് ആ തേർഡ് പേഴ്സൺ. ആ പ്രസൻസ് അവിടെ കാണുന്നുണ്ട്. ഇവരുടെ മാരീഡ് ലൈഫിൽ നിങ്ങളുടെ പ്രസൻസ് അവിടെ കാണുന്നുണ്ട് ശക്തമായിട്ട് തന്നെ. ഓക്കെ, ഇവർ ഇപ്പം എക്സിസ്റ്റിംഗ് മാരേജിൽ ഹാപ്പി അല്ല. ഈ സിറ്റുവേഷൻ മാറി വരും എന്നുള്ള ഹോപ്പിൽ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. പക്ഷെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഇവർ ആ മാരീഡ് സ്റ്റാറ്റസ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതായിട്ടാണ് കാണുന്നത്. അതിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ സമൂഹം എന്ത് പറയും എന്നൊക്കെയുള്ള ഒരു ഭയം മനസ്സിൽ സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ, ഈ സമയം തനിയെ മാറി വരും വരെ ഈ സിറ്റുവേഷൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞ രീതിയിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. മനസ്സിൽ ഭയങ്കര വിഷമം എല്ലാം ഉണ്ട്, അടക്കി പിടിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവരായിട്ട് ഒരു തീരുമാനം എടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള സാഹചര്യം കുറവാണ്. കാരണം ഇവർ ആ സ്റ്റാറ്റസ് സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, മനസ്സിലായില്ലേ. അപ്പോൾ ഇത് തനിയെ മാറി വരണം ഈ സിറ്റുവേഷൻ, അതുവരെ വെയിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ മിണ്ടാതിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ടോറസ് ഇടവരാശി, മൂൺ പൈസസ് മീനരാശി, ഏരീസ് ലിയോ സാജിറ്റേറിയസ്, മേഡം ചിങ്ങം ധനു. ക്ലാരിഫൈ ടവർ, അവിടെ ഒരു ടവർ സിറ്റുവേഷൻ തന്നെയാണ് അവരുടെ ഇടയിൽ. ക്ലാരിഫൈ ടവർ. The Hanged Man, Seven of Cups and Queen of Swords. അവിടെ ടോട്ടലി ഇവർക്ക് മാനസികമായിട്ട് ഇമോഷണലായിട്ട് ഇവരുടെ തേർഡ് പാർട്ടിയിൽ നിന്ന് ഒരുപാട് അകൽച്ചയിലാണ്. ഇവർ ഈ റിലേഷനിൽ സ്റ്റക്കായിട്ട് ഇരിക്കുന്ന പോലെയാണ് ഇവർക്ക് തോന്നുന്നത്. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് ജീവിതത്തിൽ ചെയ്ത് തീർക്കാനായിട്ട് ഈ തേർഡ് പാർട്ടി ഇവരുടെ തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓവർ റെസ്പോൺസിബിലിറ്റീസ് ഉള്ളതായിട്ടാണ് കാണുന്നത് അവിടെ. അപ്പോൾ ഇവർ ആ റിലേഷനിൽ ഒട്ടും ഹാപ്പി ആയിട്ട് കാണുന്നില്ല. ടോട്ടലി ആ ഇമോഷൻസൊക്കെ അവിടെ ഒരു ടോട്ടൽ ടവർ മൂമെൻറ്റിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. മൊത്തത്തിൽ അവിടെ ഒരു സുഖമില്ലായ്മയാണ് ഇവരുടെ റിലേഷൻഷിപ്പിൽ കാണുന്നത്. ഇവർക്ക് അതിലങ്ങ് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്, പുറത്തോട്ട് ഇറങ്ങാൻ സാധിക്കുന്നില്ല എന്നുള്ള ചിന്തയാണ് ഇവരെ അലട്ടുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, മീനം, പൈസസ് രാശി. ക്ലാരിഫൈ 3 of Swords. Clarify 3 of Swords. Clarify 3 of Swords. അവിടെ 9 of Swords, Tower, 4 of Swords. ഇവിടെയും അതേപോലെ ടോട്ടൽ ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ ആണ്. ഈ ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ വന്നത് നിങ്ങളുമായിട്ടായിരിക്കും കേട്ടോ. അതായത് ഈ തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം മൂലം അവരിഷ്ടപ്പെടുന്ന നിങ്ങളുമായിട്ട് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ മൂലം അവർക്ക് തേർഡ് പാർട്ടിയോട് ടോട്ടൽ ടവർ മൂവ്മെൻ്റായി. ഓക്കെ, ടോട്ടൽ ടവർ, എന്തെങ്കിലും ഇച്ചിരി സ്നേഹം മനസ്സിലുണ്ടായിരുന്നെങ്കിൽ അതും ഇല്ലാതെ പോയൊരവസ്ഥ ഉണ്ടായി. അതേപോലെ ഉറക്കമില്ല, രാത്രി എണീറ്റിരുന്ന ആലോചന തന്നെയാണ്. ഇവരുടെ ഹെൽത്തും അതുകൊണ്ട് എഫക്റ്റ് ആവുന്നതായിട്ട്, അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ ഹെൽത്തും ഈ ഒരു സിറ്റുവേഷൻ കൊണ്ട് എഫക്റ്റഡ് ആവുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അവിടെ ഒട്ടും ഹാപ്പി അല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഇവർ തേർഡ് പാർട്ടിയുടെ അടുത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അവിടെ സ്വാട്സ് വെച്ചിട്ട് ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേഡം, ചിങ്ങം, ധനു. Clarify Queen of Swords. Clarify Queen of Swords. Clarify Queen of Swords. Five of Pentacles. Okay. Hermit and Two of Wands. ഇവിടെ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും ഇടയിൽ ലോങ് ഡിസ്റ്റൻസ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇവർ ഫൈനാൻസസിന്, ജോലി സംബന്ധമായിട്ടൊക്കെ ഇവർ പുറത്ത് എവിടെയെങ്കിലും ആയിരിക്കും ജോലി ചെയ്യുന്നുണ്ടാവുക.
അവിടെ ആകെ ഒരു ഒറ്റപ്പെട്ട ഫീലിംഗ് ആണ് അവിടെ കാണുന്നത് കേട്ടോ. ലോങ് ഡിസ്റ്റൻസ് ആണ് എന്നും കാണുന്നു. ഓക്കെ, അവിടെ അവർക്ക് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഒന്നും കാണുന്നില്ല. എപ്പോഴും ഒരു ഒറ്റപ്പെട്ട ഫീലിങ്ങിലാണ്, ദൂരെ ഇരിക്കുകയാണ്. ഫൈനാൻസസിനെ പറ്റിയിട്ടാണ് കൂടുതലും ബോധറേഷൻ അവിടെ വരുന്നത്. ഇവരെ റെഗുലറായിട്ട് പൈസ ചോദിക്കുന്നുണ്ടാവും. ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് എപ്പോഴും പൈസയൊക്കെ ചോദിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആകെ ഒരു മടുപ്പും എന്താ ഒറ്റപ്പെട്ട ഫീലിങ്ങും അങ്ങനെയൊക്കെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അങ്ങനെ മാനസികമായ ഒരു അടുപ്പം നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ അടുത്ത് ഉള്ളതായിട്ട് കാണുന്നില്ല. ഓക്കെ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, വിർഗോ, കന്നി രാശി, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ഇത്രയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ തേർഡ് പാർട്ടിയോടുള്ള കറണ്ട് സിറ്റുവേഷൻ. ഓക്കെ, വളരെ ചുരുക്കം ചില കേസിൽ മാത്രമേ ഫാമിലിക്ക് ഒരു വെയിറ്റേജ് അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് ഒരു വെയിറ്റേജ് അവിടെ വരുന്നതായിട്ട് കണ്ടുള്ളൂ അല്ലേ. ബാക്കിയെല്ലാം വളരെ വിഷമിച്ചൊക്കെ തന്നെയാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ് അവിടെ കാണുന്നത്. ഓക്കെ, അപ്പം ഇനി വേറെന്താ വേണ്ടത്? മെസ്സേജസ് വേണോ? നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ് ഇപ്പോൾ എന്നും തന്നെ മെസ്സേജസ് എടുക്കുന്നുണ്ട്. മെസ്സേജസും കൂടെ നോക്കിത്തരാം, എന്നിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ് നിങ്ങൾക്കായിട്ട് ഇന്ന് രാവിലത്തെ ഷോർട്സ് വിട്ടിട്ടുണ്ട്. ടാരോ വെച്ചിട്ടുള്ള മെസ്സേജസ് കേട്ടോ. നമുക്ക് ഒറാക്കളുടെ ഒക്കെ വെച്ചിട്ടുള്ളത് നോക്കാം. മെസ്സേജസ് എന്തൊക്കെയോ അവർക്ക് നിങ്ങളോട് പറയണം. ക്ഷമയില്ല, സാരമില്ല. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ മെസ്സേജസ് അവർക്കായിട്ടുള്ള പറയുന്നത്. ഐ ഹാവൻ ടോൾഡ് യു എവറിത്തിങ്. അവർ നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയോ മറയ്ക്കുന്നു എന്ന് പറയുന്നു. ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മൈ ഫൈനാൻഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സ്. അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അതുകൊണ്ടാണ് അവർ സ്റ്റക്കായിരിക്കുന്നതെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. യു ആർ എ ബെറ്റർ പേഴ്സൺ ദാൻ ഐ ആം. നിങ്ങൾ അവരെക്കാൾ എത്രയോ വലിയ ആളാണ്, നല്ല ആളാണ് എന്ന് പറയുന്നു. ഐ നീഡ് മോർ ടൈം ടു തിങ്ക്. അവർ കുറച്ച് സമയം കൂടി വേണം. ഐ ഫീൽ അൺക്ലിയർ അബൌട്ട് വെയർ വി സ്റ്റാൻഡ്. കൺഫ്യൂഷൻ മാറുന്നില്ല. റീയൂണിയൻ, വി വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ച് അതർ. എന്തൊക്കെ സിറ്റുവേഷൻ ആയാലും തിരിച്ച് നിങ്ങൾ ഒരുമിച്ച് വരും. വി സ്റ്റിൽ ഹാവ് തിങ്സ് ടു റിസോൾവ് ആൻഡ് ഡിസ്കസ്. ചില കാര്യങ്ങൾ സോൾവ് ചെയ്യാനുണ്ട്, അതിനുശേഷം ഒന്നിച്ച് വരാം എന്നാണ് പറയുന്നത്. തിങ്സ് ഡിൻ ഗോ ആസ് എ പ്ലാൻ. ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല എന്ന് പറയുന്നു. ഐ എം സ്ട്രഗ്ലിംഗ് ടു ഗെറ്റ് ഓവർ ദ പാസ്റ്റ്. ഓക്കെ, പാസ്റ്റിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ ഇവർ ശ്രമിക്കുകയാണെന്ന്. ഐ വോണ്ട് ടു ടെൽ യു ദ ട്രൂത്ത്. അവർ നിങ്ങളുടെ അടുത്ത് സത്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഐ എം സ്ട്രഗ്ലിംഗ് ടു ഫൈൻഡ് ദ റൈറ്റ് പാത്ത്. ശരിക്കുള്ള വഴി എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ അവർ ശ്രമിക്കുകയാണെന്ന് കേട്ടോ. ഐ വോണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ. അവർ നിങ്ങളുടെ കണക്ഷൻ നേരെയാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അവർ ലവ് ഈസ് ഓൾവേസ് ദയർ ഡിസ്പൈറ്റ് ദ ഡിസ്റ്റൻസ്. ലോങ് ഡിസ്റ്റൻസ് ഉള്ളവർക്കായിരിക്കും അവർ പറയുന്നു ഡിസ്റ്റൻസ് ഒന്നും അവിടെ ഒരു പ്രശ്നമല്ല. ഓക്കെ, അവിടെ എന്താ പറയുക, നിങ്ങളുടെ സ്നേഹം അവർ തിരിച്ചറിയുന്നുണ്ട്. സ്നേഹം എന്നും ഉണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത് കേട്ടോ. ഐ ആം ഓൾവേസ് ലോങ്ങിങ് ഫോർ യു. ഇത് നമ്മുടെ മജീഷ്യൻ്റെ ഒരു എനർജിയാണ്. എപ്പോഴും നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നു എന്നാണ് അവർ പറയുന്നത് കേട്ടോ. യു മെയ്ഡ് മീ റിയലൈസ് മൈ ഫ്ലോസ്. അവരുടെ തെറ്റുകൾ നിങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുത്തു എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, പിന്നെ ബീൻ അവേ ഫ്രം യു ഹാസ് അലൗഡ് മീ ടു ഗെയിൻ ക്ലാരിറ്റി. നിങ്ങളിൽ നിന്ന് വിട്ടു നിന്ന സമയം അവരുടെ തെറ്റ് മനസ്സിലാക്കി കുറച്ച് ക്ലാരിറ്റി, മെൻ്റൽ ക്ലാരിറ്റി അവർക്ക് കിട്ടി എന്നാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. ഐ ഹാവ് നോട്ട് ഗിവൺ അപ്പ് ഓൺ അസ് യെറ്റ്. അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൈവിട്ട് കളഞ്ഞിട്ടില്ല ഇനിയും എന്ന് തന്നെയാണ്. അത് ശരിയാകും എന്ന് തന്നെയാണ് അവർ ആലോചിക്കുന്നത് എന്ന് തന്നെയാണ് അവർ പറയുന്നത് കേട്ടോ. ഐ എം സ്റ്റിൽ ട്രൈങ് ടു ഹീൽ. അവർ ഇതിൽ നിന്നും ഹീലായിട്ട് വരാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നും പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഇനിയും വേണോ? ഇനി നമുക്ക് വേറെ എടുക്കാം, പുതിയ എടുക്കാം. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ മെസ്സേജസ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട്? കാരണം ഇതെല്ലാം ഗിൽറ്റി എന്നുള്ള ഒരു രീതിയിലാണ്, അത് നമുക്ക് മനസ്സിലായി. ടു ഓഫ് കപ്സ്, റീയൂണിയൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ചിലർക്കെങ്കിലും.
അവരുടെ പേഴ്സണെ കാണാനും സംസാരിക്കാനുമുള്ള അവസരം വരുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. റീയൂണിയൻ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങളെ കാണാൻ വരുമ്പോൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ടായിരിക്കും ഇവർ കാണാൻ വരണ്ടാവുക. ഒരു സോറിയൊക്കെ പറഞ്ഞു, കാരണം തെറ്റ് ഇത്രയും മനസ്സിലായിട്ടുണ്ട് എന്നവർ പറയുന്നുണ്ട്. അവർ നിങ്ങളെ വന്ന് കാണുമ്പോൾ ഒന്നുമില്ല, ഒരു കുറച്ച് ഫ്ലവേഴ്സെങ്കിലും വാങ്ങിച്ചിട്ട് വരും കേട്ടോ. നിങ്ങൾക്കൊരു ട്രീറ്റ് അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ നിങ്ങളെ കെയർ ചെയ്യും, നിങ്ങളെ കംഫർട്ടബിൾ ആക്കും, അങ്ങനെയൊക്കെ ഉള്ളതായിട്ട് കാണുന്നു. ലവേഴ്സ് വോണ്ട് ടു സേ ഐ ലവ് യു. ഇതില്ലാത്ത ഒരു മെസ്സേജും ഇല്ല അല്ലേ. അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. എന്തൊക്കെ തെറ്റ്, എന്തൊക്കെ ഡിസ്റ്റൻസ് എല്ലാം അവർ കാണിച്ചാലും അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് തന്നെയാണ് അവർ പറയുന്നത് കേട്ടോ. അവർക്ക് അവരുടെ ലൈഫിൽ എന്തോ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, ജോലിയിലാവാം അല്ലെങ്കിൽ പേഴ്സണലി എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് എന്തോ ഒരു അച്ചീവ്മെൻറ്റ് നടന്നിട്ടുണ്ട് ലൈഫിൽ. അപ്പോൾ സന്തോഷമായിട്ട് ആ നിമിഷങ്ങൾ നിങ്ങളുടെ ഒപ്പം പങ്കുവെക്കണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. സ്ട്രെങ്ത്, എന്തൊക്കെ തന്നെ നിങ്ങൾ ദേഷ്യമൊക്കെ കാണിച്ചാലും അവർ കാര്യങ്ങൾ ക്ഷമയോടെ തന്നെ ഡീൽ ചെയ്യും, റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, വേറെന്താണ്? എത്ര മെസ്സേജസ് വേണം? ഇനി ഒരു 4 മെസ്സേജസ് കൂടെ എടുക്കാം അല്ലേ. ഐസ് ഓഫ് വാൻസ് നിങ്ങളുമായിട്ടൊരു പുതിയ റൊമാൻറ്റിക് ബിഗിനിങ് വേണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അതവർ നിങ്ങളോട് പറയും. 4 ഓഫ് വാൻസ്, ഇത് 3 പ്രാവശ്യം എൻ്റെ കൈ കിട്ടി, ഞാൻ തിരിച്ചു വെച്ചതാണ്. കാരണം റീഡിങ്ങിലും വന്നു, ഇനി വീണ്ടും ഇത് തന്നെ എടുക്കേണ്ട വെച്ചു. പക്ഷേ അത് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു, എടുക്കാതെ പറ്റില്ല. ചിലർക്കെങ്കിലും ഒരു പ്രപ്പോസൽ വരുന്നുണ്ട് കേട്ടോ. ഇവർ പല കാരണങ്ങൾ കൊണ്ട് റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ റെസ്ട്രിക്ഷൻ മറികടന്ന് നിങ്ങൾക്കൊരു പ്രപ്പോസലായിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇവൻറ്റിൽ വെച്ച് നിങ്ങൾ തമ്മിൽ കാണാൻ സാധ്യതയുണ്ട്. ഓക്കെ, അവിടെ വെച്ച് നമുക്ക് കാണാം എന്ന് പറയുന്ന പോലെ കുറച്ച് നല്ല മൊമെൻറ്റ്സ് സ്പെൻഡ് ചെയ്യാം എന്ന് അവർ പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ദ ഫുൾ, എന്ത് തന്നെ വന്നാലും റിലേഷൻഷിപ്പിൽ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകാൻ തന്നെ ഇവർ തീരുമാനിച്ചു എന്നും ഇവർ പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ചാരിയറ്റ് വെച്ച്, ഇതും ഇന്ന് രാവിലത്തെ ഷോർട്സിലും ഇത് വന്നിട്ടുണ്ടായിരുന്നു. ഇവർ വരുന്നുണ്ട് നിങ്ങളെ കാണാൻ. നിങ്ങളുടെ പേഴ്സൺ യൂണിഫോംഡ് ജോബിലാണ് എങ്കിൽ എസ്പെഷ്യലി കേട്ടോ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണാൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വരുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി ഒരു തീരുമാനം എടുത്തിട്ടായിരിക്കും ഇവർ വരുന്നുണ്ടാവുക കേട്ടോ. ഇവർ ഉറച്ച തീരുമാനവുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. എസ്പെഷ്യലി യൂണിഫോം ധരിക്കുന്ന ജോബ് ഉള്ള ഒരാളായിരിക്കണം അവിടെ. 2 ഇതും കൂടെ എടുത്തിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, 2 more cards. Last 2 messages for my viewers. ചെയ്യുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. 4 ഓഫ് പെൻറ്റക്കിൾസ് മിസ്സിങ് മാത്രമല്ല, നിങ്ങളെ കുറച്ച് പൊസസീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നും പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. അവിടെ ഒരു എന്താ പറയുക, ഒരു നിങ്ങളവരെ വിട്ടുപോയാലോ എന്നൊക്കെയുള്ളൊരു ഭയം അവർക്കുള്ളതായിട്ട് അവർക്ക് തോന്നുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് ഇവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. 6 ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങളെ പറ്റി ഒരുപാട് ഓർമ്മകൾ ഇവർക്കുണ്ട്. എപ്പോഴും നിങ്ങളെ പറ്റിയുള്ള ചിന്തകൾ തന്നെയാണ്. നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത മൂമെൻറ്റ്സ്, അതൊക്കെ നിങ്ങൾ തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ എല്ലാം ഇവർ വീണ്ടും ഓർക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ലാസ്റ്റ് ഒരേ ഒരു മെസ്സേജ് കൂടെ എടുത്തു തരാം. ഒരേ ഒരു മെസ്സേജ് കേട്ടോ, എടുക്കണം എന്ന് തോന്നി, അതുകൊണ്ടാണ്. ക്വീൻ ഓഫ് കപ്സ് നിങ്ങളെക്കുറിച്ച് വളരെ ഇമോഷണലായിട്ട് ചിന്തിക്കുന്നു എന്നും പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെപ്പറ്റി ഒരുപാട് സ്നേഹമുണ്ട്, മിസ്സിങ് എനർജി ഉണ്ട്, അതെല്ലാം വികാരം തന്നെയാണ് അല്ലേ. സങ്കടവും തോന്നുന്നുണ്ട്, കാരണം ചില ഡിസ്റ്റൻസ് നിങ്ങളുടെ ഇടയിൽ ഉള്ളതായിട്ടും കാണുന്നു. അതുകൊണ്ട് തന്നെ മിസ്സിങ് എനർജിയും ഉണ്ട്. എല്ലാം കൂടി ഇവർക്ക് ഒരു ഓവർവെൽമിങ് സിറ്റുവേഷൻ ആണ് എന്നും നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നിങ്ങളുടെ റീഡിങ്. ഓക്കെ, മെസ്സേജസ് നല്ല മെസ്സേജസ് തന്നെ ആയിരുന്നു അല്ലേ. അങ്ങനെ ഒരു റിഗ്രറ്റ് അവർ ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു സങ്കടം, ഒരു വിഷമം, ഒരു എന്താ പറയുക തെറ്റ് മനസ്സിലാക്കലൊക്കെ അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഇനി റീഡിങ്സ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഹൈപ്പും കൂടെ ചെയ്യണേ മറക്കല്ലേ. വേറെന്താണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം
നിങ്ങളുടെയും എൻ്റെയും ഇടയിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്ന സബ്സ്ക്രിപ്ഷനാണ്. ഞാൻ നിങ്ങളിൽ ത്രൂ ആണ് നിങ്ങളുടെ പേഴ്സണെ കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ തമ്മിലൊരു ലിങ്ക് വേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. അടുത്ത ആഴ്ചത്തെ ലൈവ് ഞാൻ അനൗൺസ് ചെയ്യാം. മൺഡേ അടുപ്പിച്ച് ഞാൻ അനൗൺസ് ചെയ്യാം കേട്ടോ. അതേപോലെ വേറെ എന്താണ്, പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ ദയവായി വാട്സാപ്പ് ചെയ്യുക. ദയവായിട്ട് കോൾ ചെയ്യരുത്. വാട്സാപ്പ് മെസ്സേജ് ഇട്ടിരുന്നാൽ മതി, ഞാൻ റിപ്ലൈ ചെയ്തോളാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല. അപ്പോൾ ഇനി നെക്സ്റ്റ് കാണും വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, ഡിവൈനായിട്ട് കണക്റ്റഡ് ആയിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. ഓക്കെ, റിലാക്സ് ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.